ആദ്യമായിട്ട് ഞാനൊരു അഭിനന്ദനം തരട്ടെ. എനിക്കറിയാം, എന്തെങ്കിലും ഒരു 5-6 പേരെ കൂട്ടി ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമായത്. എല്ലാവരുടെയും സൗകര്യവും സമയവും ഇതുമെല്ലാം നോക്കി പല പ്രാവശ്യം നടന്നെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നതെന്ന് എനിക്കറിയാം. അത് കാരണം നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. പിന്നെ അച്ചാമ്മ ടീച്ചർ എന്ന് പറയുന്ന എല്ലാവർക്കും മനസ്സിൽ വരുന്ന അടിയുടെ കാര്യമാണ്. അപ്പൊ ആരോട് പറഞ്ഞാലും അടി എന്നാ പറയുന്നത്. അപ്പൊ ഈ അടിച്ചിട്ടുള്ളത് കൊണ്ട് ഇച്ചിരിയേലും ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഞാൻ വീട്ടിലാണെങ്കിലും എൻ്റെ മക്കളെയൊക്കെ നല്ല അടിച്ചാക്കിയിട്ടാണ് വളർത്തിയത്. അപ്പം ഈ മക്കളെയൊക്കെ അടിക്കാനായിട്ട് വടി തപ്പുമ്പോൾ വടി കാണുകയില്ല. നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലൊക്കെ ഒടിച്ചിട്ടേക്കുന്നതാണ്. അങ്ങനെ ആ ദേഷ്യം അന്നേരത്തേക്കും പോകും. അപ്പൊ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി. എനിക്ക് പഠിച്ചില്ലെങ്കിൽ വളരെ മനപ്രയാസമുള്ളൊരു കാര്യം. അത് കാരണം നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് അടി കൊണ്ടിട്ടുള്ളതും ഞാൻ അടിച്ചിട്ടുള്ളതും. അപ്പൊ അത് നിങ്ങളുടെ മക്കളെ നന്നായിട്ട് ശിക്ഷിച്ച് വേണം വളർത്താനായിട്ട്, നന്നായിട്ട് ഉപദേശിച്ച് വേണം വളർത്താനായിട്ട്. ചിലരൊക്കെ ഗ്രാൻഡ് മദേഴ്സ് ആയെന്ന് പറഞ്ഞു. അവർക്കും വളരെയധികം ചുമതലകളുണ്ട്. കൊച്ചുമക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന്, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾ അമ്മമാരെക്കാളും നിങ്ങളാണ്, അമ്മൂമ്മമാരാണ് അതിന് മിടുക്കര്. അത് കാരണം നിങ്ങൾ നല്ല മൂല്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് ആ നല്ല വഴിയിൽ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി ആശംസിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ എൻ്റെ കൂടെ പഠിപ്പിച്ച ഒത്തിരി പേരെ കാണാനായിട്ട് ഇന്ന് സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ. അന്ന് കുറച്ച് പേരെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി പേരുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് എനിക്കറിയാം. അത് കാരണം കൂടെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ, എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുന്നതിനും ഈ മീറ്റിംഗ് ഇടയായി. അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.